ഹായ്, ഞാനേ കുറച്ച് ചക്കപ്പുഴുക്കും ഉണക്കമീൻ വറുത്തതും ഇച്ചിരി അച്ചാറൊക്കെ കൂട്ടി കഴിക്കുക കേട്ടോ. കഴിക്കാൻ തുടങ്ങുന്നവിടെ അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് കടുങ്കാപ്പി. ഞാൻ കടുജായിരുന്നു വെച്ചാൽ എനിക്ക് കടുങ്കാപ്പി എടുക്കുള്ളൂ കേട്ടോ. അപ്പം എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണമാണ് ചക്കപ്പുഴുക്കെ. ഇറച്ചിക്കറി ഇരിപ്പുണ്ട്, പക്ഷെ എനിക്ക് എന്നാലും ഈ ഉണക്കമീൻ വറുത്തതും തൈരും അച്ചാറും കൂട്ടി കഴിക്കുന്നതാണ് എനിക്ക് ഇഷ്ടമേ. അത് പറഞ്ഞപ്പോഴാവട്ടെ, ഇത് ഞാൻ 4 മണിക്ക് കാപ്പൂടിക്ക് ഉണ്ടാക്കിയതാണ്, പക്ഷെ എനിക്ക് സമയം കിട്ടിയത് ഇപ്പോഴാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊരു കാരണമുണ്ട്, ഒരു സന്തോഷമുണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂൾ ടൈമിലേ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനായിരുന്നു. അവളില്ലാതെ ഞാനില്ലാതെ അവളില്ല എന്നുള്ളൊരു അങ്ങനെയായിരുന്നു. എൻ്റെ കൂടെ നടക്കുന്ന ഞങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സൊക്കെ ചോദിക്കും, നിങ്ങൾ എന്നെ ഒരു അമ്മ പെറ്ററാണോ, ഇരട്ടകളാണോ, നിങ്ങൾ എന്നെ ഇണപ്രാവുകളാണോ എന്നൊക്കെ ഞങ്ങളെ കളിയാക്കുവേ. അങ്ങനെ ഒരു ഫ്രണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവളെവിടെ പോയെന്ന് അറിയത്തില്ല. ഒരു യാത്ര പറയുവോ മാറ്റിയതാണോ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു വിഷമം. അതിപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ഏത് നിമിഷവും എനിക്ക് തോന്നുന്നൊരു വിഷമമാണേ. അപ്പം അങ്ങനെ ഇരിക്കെ ഞാൻ ഈ വീഡിയോ ഒക്കെ കൂടുതൽ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോഴൊക്കെ ഞാൻ ചോദിക്കും, അങ്ങനെ അവളെ കുറിച്ച് എന്തെങ്കിലും അറിയുന്നുണ്ടോ, അവളുടെ ഫോൺ നമ്പർ ഉണ്ടോ, അവളെവിടെയാണെന്ന് അറിയാവോ എന്നൊക്കെ ഞാൻ തിരക്കുമായിരുന്നു. പക്ഷെ ആർക്കും, എൻ്റെ കൂട്ടുകാർക്കും ആർക്കും അറിയില്ല. അപ്പം ചോദിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടൊക്കെ കൂട്ടത്തിലുള്ളവരൊക്കെ ചോദിക്കും, അയ്യോ നിങ്ങൾ അങ്ങനെ ഇരുന്നിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് എവിടെയാണെന്ന് അറിയത്തില്ലേ, നിങ്ങൾ ഒരു കോണ്ടാക്റ്റും ഇല്ല എന്നൊക്കെ ചോദിച്ച് ഞങ്ങളെ എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇന്നൊരു സന്തോഷമുണ്ട്. കാരണം ഞാൻ ഈ ഫേസ്ബുക്ക് വഴിയൊക്കെ ഇങ്ങനെയൊക്കെ ഇടുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്കതിനെക്കുറിച്ചൊന്നും വലിയ അറിവൊന്നും ഇല്ല കേട്ടോ. നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. എൻ്റെ സപ്പോർട്ട് പിള്ളേരും എൻ്റെ ഹസ്ബൻഡും കേട്ടോ. അപ്പം അങ്ങനെ ഇടുമ്പോൾ ഇന്ന് എനിക്കൊരു മെസ്സേജ് വന്നു. എന്താണെന്ന് വെച്ചാൽ ശാലിയാണോ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് ഒത്തിരി അബദ്ധം പറ്റിയിട്ടുണ്ടേ. എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് വെച്ച് ഞാനിങ്ങനെ കിട്ടിയപ്പോഴത്തേന് എൻ്റെ ഫ്രണ്ടാണോ എന്ന് ഓർത്തോണ്ട് ഞാൻ ഒത്തിരി പേരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് അബദ്ധം പറ്റി. കാരണം ഞാൻ വിചാരിച്ച ആളല്ല, അപ്പോൾ റോങ് നമ്പറാണ്, നിങ്ങൾ വിചാരിച്ച ആളല്ല എന്നൊക്കെ പറഞ്ഞ് അപ്പം എനിക്കൊരു വിഷമം. അത് കാരണം എനിക്ക് പെട്ടെന്ന് തിരിച്ചങ്ങോട്ട് വിളിക്കാനൊരു ബുദ്ധിമുട്ട് വന്നു. ഞാൻ തിരിച്ചൊരു മെസ്സേജ് ഇട്ടു, ഇന്ന ആളാണോ എന്ന് ചോദിച്ചു. ഉടനെ എനിക്ക് റിപ്ലൈ വന്നു, അങ്ങനെ നിന്നെ മറക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് ഉറപ്പായി എൻ്റെ ജീവനാണെന്ന് മനസ്സിലായി. പിന്നെ ഞങ്ങൾ സമയം നോക്കി ഉടനെ എനിക്ക്